ജില്ലയിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ മഞ്ചേശ്വരത്തെ ഹൊസങ്കോടി മിയാപ്പദവ് റോഡിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ്. റോഡിന് കുറുകെ അല്ലെങ്കിൽ റോഡിനൊരു സൈഡിലായി ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ഇവിടെ കൂടെ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നു. റോഡ് ഇടിയാനായിരിക്കുന്നു, ഇതിന്റെ കൈവരികളെല്ലാം ഇടിയാനായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ചറിയുന്നുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴാണ് സംഭവം? എന്താ സംഭവിച്ചത്? രാവിലെ തന്നെ പുലർച്ചെ ഒരു 5 മണിക്കാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളെ എൻട്രി ഡിസോസ് വിളിച്ച് പറയുന്നത് ഇങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെന്ന്. ഇത് മിയപ്പദ് ബസ്സടിക്ക് എല്ലാ ആൾക്കാർക്ക് പോകുന്ന ഒരു പട്ടണ പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ്. 8 ബസ്സുമാണ്. 8 ബസ്സുകളിലെ യാത്ര ചെയ്തേക്കാണ്. ഇന്നലെ ബസ് നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്താ സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ റോഡ് ഇടിയാനൊക്കെ? വെള്ളം അധികം, മഴ അധികമുണ്ട്. ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ സംഭവിക്കാൻ കാണും. എങ്ങനെയാണ് വെള്ളം അധികം വന്നുകൊണ്ട് മഴന്റെ വെള്ളം അധികം വന്ന് ഈ തോട്ടിൽ അപ്പുറം തോടാണ്. ആ തോട്ടിൽ വെള്ളം അധികം ഉണ്ട്. തോടിന് മുകളിലാണ് വെള്ളം വന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയായത്. ചേട്ടാ, ഇതിന് മുന്നേ അങ്ങനെ എന്താ ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് ഇവിടെ എത്രയോ കൊല്ലക്ക് മുമ്പ് ആയിട്ടുണ്ട്. അപ്പോൾ റോഡില്ല, റോഡില്ല. ഈ പുതിയ റോഡായ പിന്നെ ഇത് ഫസ്റ്റാണ്. ഏതായാലും ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതെ, ഏർപ്പെടുത്തി നിയന്ത്രണം ഇപ്പൊ ഇല്ല. ബസ്സുകൾ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ റോഡിലൊന്നും ബസ് ഓടുന്നില്ല. ഇപ്പൊ എല്ലാവരും ബസ് ഓടുന്നില്ല. ഇതിന്റെ മുമ്പ് ഡെയിലി ബസ് 10 ബസ് പോകുന്നുണ്ടല്ലോ. പിന്നെ ഒരു 100-200 കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ദിവസം. രാത്രിയൊക്കെ നല്ല ഗംഭീര മഴയാന്ന് തോന്നുന്നു. 12 മണിന് ശേഷം ഞാൻ 2 മണിക്ക് എണിച്ചിട്ട് 12 മണി ശേഷം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അതെങ്കിൽ ഇത് 2, 3, 4 മണി ഫുൾ ഇവിടെ മരിയാൻ ശരിയായി. അത് മീത്തൊക്കെ ಬಂದು വരുമ്പോൾ വെള്ളം ഈടെ പാസ്സാണ്. പിന്നെ ഈടെ പാസ്സായിട്ട് പിന്നെ അവിടെ പൊട്ടിയെ കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു. ഞങ്ങൾ വീടെല്ലാം പൊട്ടി, ഈടെ പൊട്ടിയാങ്. എന്തായാലും ഇവിടെയുള്ള ആളുകൾ എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കൂടുന്തോറും മഴ കനക്കുന്നു, അത്തരത്തിൽ റോഡുകൾ ഇടിയുന്നു. സമീപത്താണ് ഇത്തരത്തിലൊരു കാറ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആളുകളെല്ലാം തന്നെ ആശങ്കയിൽ തുടരുന്ന ഒരു സാഹചര്യം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.